ഇത് മോൺസിഞ്ഞോർ CJ വർക്കി. ആയുഷ്കാലം മുഴുവൻ ദൈവസ്നേഹത്താൽ പ്രചോദിതനായി അവിശ്രാന്തം അധ്വാനിച്ച ഒരു യോഗീവര്യന്റെ കർമ്മകാന്ഡം ഇതൾ വിരിയുകയാണ്. അജപാലന രംഗത്ത് ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രകാശധോരണി പ്രസരിപ്പിച്ചു മുന്നേറുന്ന മോൺസിഞ്ഞോർ CJ വർക്കി ഒരു യുഗസംക്രമ പുരുഷനാണ്. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ CJ വർക്കീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യമാണ്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ഏതൊരു കുഞ്ഞിലും നന്മ കാണാനും അതിനെ പ്രശംസിക്കാനും അവനിൽ ഒളിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കഴിവുകൾ കണ്ടെത്തി വളർത്താനുമുള്ള അച്ഛൻ്റെ കഴിവ് ഒന്ന് വേറെ തന്നെ. ദൈവപരിപാലനയിലുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രാർത്ഥനാ ചൈതന്യം, പ്രാർത്ഥനയിലൂടെ ദൈവഗതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ശൈലി, ആത്മവിശ്വാസം, ആത്മധൈര്യം, ദൈവമാതൃഭക്തി, ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വം, വചനപ്രഘോഷണ തീക്ഷ്ണത, ജീവിത ലാളിത്യം, അധ്വാനശീലം, കലാസാഹിത്യ അഭിരുചി, ഉത്തരവാദിത്വ ബോധം, സമയനിഷ്ഠ, പുതുമയെ സ്വീകരിച്ച് നടപ്പിലാക്കാനുള്ള യുവഹൃദയം, സ്വാർത്ഥം കലരാത്ത വ്യക്തിത്വം, ആരെയും വളർത്തുന്ന മനോഭാവം തുടങ്ങിയ ഒട്ടേറെ സദ്ഗുണങ്ങളുടെ ഒരു സമാഹാരമാണ് അച്ഛൻ. അവയെല്ലാം മക്കളായ ഞങ്ങൾക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. ദീർഘവീക്ഷണത്തിനും കർമ്മധീരതയ്ക്കും പര്യായമാണ് ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ. യേശുവിൻ്റെ വഴികളെ തൊട്ടറിയുവാനുള്ള വരദാന സമൃദ്ധി കൂടി ചേർന്നപ്പോൾ വർക്കിയച്ഛൻ്റെ പൗരോഹിത്യ സമർപ്പണം ചക്രവാളങ്ങളോളം ചിറകുവിടർത്തി നിൽക്കുന്നു. യേശുനാഥനെപ്പോലെ സ്വയം ശൂന്യനായി നിലത്തു വീണഴിയുന്ന ഗോതമ്പ് മണിയുടെ എല്ലാം നിറവേറിയ ഭാവങ്ങളിലേക്ക് വളരുവാൻ ദൈവം വർക്കിയച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയാണ്. ലോകമാകുന്ന കർത്താവിൻ്റെ വിളഭൂമിയിലേക്ക് നിത്യസൂര്യനായ അവിടുത്തെ പ്രകാശകിരണങ്ങൾ കടന്നു ചെല്ലുന്നതിന് വിഘാതമായി നിൽക്കുന്ന ലോകത്തിൻ്റേതായ വൃക്ഷത്തലപ്പുകളുടെ ഇരുളടഞ്ഞ മൂടൽ മാറ്റുകയും ദൈവജനത്തിലേക്ക് വചനമാകുന്ന വിത്ത് വിതയ്ക്കുകയും അതിനെ പ്രാർത്ഥനയാകുന്ന ജലം കൊണ്ട് നനച്ച് പോഷിപ്പിക്കുകയും ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്നതിന് നിരന്തരം പ്രവർത്തിക്കുക എന്നതായിരിക്കണം അഭിഷിക്തരുടെ കടമയെന്ന തിരിച്ചറിവ് വർക്കിയച്ഛനെ യേശുവിൻ്റെ കഴുതക്കുട്ടിയാക്കി മാറ്റി. പാലാ രൂപതയിൽ മീനച്ചൽ താലൂക്കിൽ
പൈങ്ങളം ഇടവകയിൽ വേർനാൾ തറവാട്ടിൽപ്പെട്ട കുഴികുളം ഭവനത്തിൽ 1921 ജൂൺ 11 ജോസഫ് അന്നമ്മ ദമ്പതികൾക്ക് ഒരു ശിശു പിറന്നു. ങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങൾ നിർലോഭം ലഭിച്ചു വളർന്ന കൊച്ചുമകനെ 4-ാം വയസ്സിൽ കളരിയിൽ ചേർത്തു. ആഹാ, വർക്കി കുഞ്ഞ് കളരി പോവാ. മോനെ നന്നായി പഠിക്കണം കേട്ടോ. എന്നാലേ മോൻ പോയി വേഗം വാ. മോനെ സൂക്ഷിച്ചോളണേ. വാ, കഞ്ഞി എടുക്കും. കുസൃതിക്കുട്ടനും ഓമനത്തം തുളുമ്പുന്നവനുമായ അരുമ ശിഷ്യനെ പാണ്ഡികശാല ഗോപാലനാശാന് നന്നേ ഇഷ്ടമായി. ഗോപാലനാശാൻ എന്ന ആ നല്ല ഗുരുവിൽ നിന്നും ദൈവിക ചിന്തകൾ മനസ്സിൽ നിറയുമാറ് അക്ഷരങ്ങളോടൊപ്പം പ്രാർത്ഥനാപൂർണമായൊരു ജീവിതചര്യയും വളരെ ചെറുപ്പത്തിൽ ലഭിച്ചത് അച്ഛൻ്റെ പിൽക്കാല ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ലോകത്തിൻ്റെ നടുവിൽ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ മോഹിക്കാതെ ജീവിക്കുക, എല്ലാ കുടുംബങ്ങളിലെയും അംഗമാവുക, ഒരു കുടുംബത്തിൻ്റെയും സ്വന്തമാകാതിരിക്കുക, എല്ലാ സഹനങ്ങളിലും പങ്കുചേരുക, എല്ലാ രഹസ്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക, എല്ലാ വ്രണങ്ങളും വെച്ച് കെട്ടുക, മനുഷ്യരിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് പോവുക, അവരുടെ പ്രാർത്ഥനകൾ അവിടത്തേക്ക് അർപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അവിടുത്തെ ആനന്ദവും പാപപ്രതിയും കൊണ്ട് മനുഷ്യരിലേക്ക് മടങ്ങുക. ഇതാണ് MSMI സമൂഹത്തിൻ്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ്റെ ആധ്യാത്മിക ശൈലി. ഒരു സൂഫി ഗുരു പറഞ്ഞതുപോലെ ഒരു പ്യൂപ്പിയിൽ മനോഹരമായ ഒരു ചിത്രശലഭത്തെയും ഒരു മുട്ടിൽ മനം കവരുന്ന ഒരു കുസുമത്തെയും ഒരു മുട്ടയിൽ മാനമുട്ടെ പറക്കുന്ന ഒരു പക്ഷിയെയും കാണുവാൻ കഴിയുന്നവർക്ക് അച്ഛനിൽ അസാധാരണമായ ഒരു ആധ്യാത്മിക തേജസ് ദർശിക്കാനാകും. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് വൈദിക പദവി. വൈദികനാകുക എന്നത് ഒരു ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദാനമാണ്. കുഴികുളം തറവാട് അന്നാട്ടിലെ കുലീന ക്രിസ്ത്യൻ തറവാടും ഒരു മാതൃകാ കുടുംബവുമായിരുന്നു. നാട്ടിലറിയപ്പെടുന്ന ബിസിനസ്സുകാരനും കരക്കാരുടെ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന നാട്ടുപ്രമാണിയുമായിരുന്നു വർക്കിയച്ഛൻ്റെ പിതാവ്. ആ പിതാവിൻ്റെ നേതൃവാസന മകനായ കുഞ്ഞു വർക്കിക്കും കിട്ടിയതിൽ അത്ഭുതത്തിന് അവകാശമില്ല.
ആഹാ ആഹാ നല്ല മഴ. അയ്യോ തന്റെ 6 സഹോദരങ്ങളുമായുള്ള ബാല്യകാലം വളരെ ആഹ്ലാദപരമായിരുന്നു. കുസൃതി കാട്ടുന്നതിൽ ഒന്നാമനായിരുന്നു കുഞ്ഞുവർക്കി. ചെറുപ്രായത്തിലെ വികൃതികൾക്കും തെറ്റുകൾക്കും തക്ക ശിക്ഷ നൽകിയാണ് അപ്പൻ മകനെ വളർത്തിയത്. അമ്മ ദാനശീലയും ദരിദ്രരോട് കരുണയുള്ളവളുമായിരുന്നു. പഠനത്തിൽ സമർത്ഥനായിരുന്നതിനാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലാ സെന്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. വിജ്ഞാന തൃഷ്ണയുള്ളവനായിരുന്നതിനാൽ ചെറുപ്പത്തിലെ തന്നെ ലൈബ്രറി പുസ്തകങ്ങൾ ധാരാളം വായിച്ചുകൂട്ടി. ഈ വിജ്ഞാന തീഷ്ണത അച്ഛൻ ഇപ്പോഴും വച്ചു പുലർത്തുന്നു. ഇതാണ് വർക്കി അച്ഛൻ്റെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായതാണ് മനുഷ്യ മനസ്സ്. ഏതു മനുഷ്യനും താൻ നേടിയതിനേക്കാൾ വലിയ ആരോഗ്യവും കാഴ്ചശക്തിയും കുറഞ്ഞ ഈ പ്രായത്തിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും യുവത്വം നിലനിർത്താൻ വർക്കിയച്ഛന് കഴിയുന്നത് വായനാശീലം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ വായനാശീലം. യെസ്, ഹി ഈസ് വെരി അപ് ടു ഡേറ്റ് അറ്റ് റീഡിംഗ്. കർത്താവിൻ്റെ കാലടികളെ പിഞ്ചെല്ലുന്നതിന് ഒരു മിഷണറി വൈദികനാകണമെന്നതായിരുന്നു വർക്കിയച്ഛൻ്റെ കൗമാര സ്വപ്നം. എന്നാൽ മകനെ ഉന്നത വിദ്യാഭ്യാസത്തിനയച്ച് ഒരു വലിയ ഉദ്യോഗസ്ഥനാക്കണമെന്നുള്ള അപ്പൻ്റെ ആഗ്രഹം കുഴികുളം കുടുംബത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. മോനെ കുഞ്ഞുവർക്കി, എന്താ ഇത്? എത്ര നേരമായി കൈവിരിച്ചു പിടിക്കുന്നു? ഞാൻ ഈശോയോട് സംസാരിക്കുകയായിരുന്നു. ഇങ്ങി വന്നേ, അമ്മ ചോദിക്കട്ടെ. കുറച്ച് ദിവസമായി അമ്മ ശ്രദ്ധിക്കുന്നു. എന്താ എൻ്റെ മോൻ ഈശോയോട് സംസാരിച്ചത്? ഞാൻ സെമിനാറിൽ ചേർന്നോട്ടേന്ന് ചോദിച്ചു. അച്ഛനാകാനോ? എന്നിട്ട് ഈശോ എന്തു പറഞ്ഞു? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? അമ്മയ്ക്കിഷ്ടാ, പക്ഷേ അപ്പൻ. അമ്മ അപ്പനോട് പറ. അപ്പൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അമ്മ പറയില്ലേ? സെമിനാരിയിൽ പോകുവാൻ അപ്പൻ അനുവദിക്കുന്നതിന് കുഞ്ഞുവർക്കി അമ്മയെ സ്വാധീനിച്ചു. പുത്രന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്കും സന്തോഷമായിരുന്നു. ആ, കുഞ്ഞുവർക്കി ഉറങ്ങിയില്ല ഇതുവരെ? അവനൊരു കാര്യം പറഞ്ഞു. അവന് സെമിനാരി പോണമെന്ന്. എനിക്ക് അച്ഛനാകണം. മകന്റെ ദൈവഹിതം എന്തെന്നറിയുവാൻ കുഞ്ഞുവർക്കിയെയും കൂട്ടി ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കാണുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്തു.
കുഞ്ഞുവർക്ക് നല്ലോണം പഠിക്കണം, വിനയമുള്ളവനായിരിക്കണം, പക്വതയുള്ളവനാകണം, പാവങ്ങളോട് കരുണ കാണിക്കണം, പണത്തോട് ആർത്തിയരുത്, മാതാവിനോട് ഭക്തിയുള്ളവനായിരിക്കണം, പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടണം, പേടിച്ച് പുറകോട്ട് പോകരുത്, സ്വന്തമായി അഭിപ്രായമുള്ളവനായിരിക്കണം, ആശയങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കണം, ആരെയും നിന്ദിക്കരുത്, നീതിക്ക് വേണ്ടി വാദിക്കണം, പ്രതിസന്ധികളിൽ തളരരുത്, ദൈവകൽപ്പനകൾ അനുസരിക്കണം, ദൈവവിളിയിൽ ഉറച്ചു നിൽക്കണം. നല്ലൊരു വൈദികനാകണം. മോൻ വിഷമിക്കരുത്, പ്രാർത്ഥിക്കുക, നന്നായി വരും. പ്രതിസന്ധികളിൽ തളരാതെ ദൈവേഷ്ടം തിരിച്ചറിയുവാനുള്ള അമ്മയുടെയും മകന്റെയും പ്രാർത്ഥന ഫലം കണ്ടു. കുഴികുളം തറവാട്ടിൽ സന്തോഷത്തിന്റെ പൂത്തിരികൾ കത്തിയുയർന്നു. കുഞ്ഞുവർക്കിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു ആ ദിവസം. കുഞ്ഞുവർക്കിയോടൊപ്പം ആ ഗ്രാമവും സന്തോഷിച്ചു. അമ്മേ, ഞാൻ സെമിനാരിൽ പോണ കാര്യം എല്ലാവരോടും പറഞ്ഞിട്ട് വരാം കേട്ടോ. ശരി. അമ്മൂമ്മേ, ഞാൻ സെമിനാരിൽ പോവാ. എന്നാ പോകുന്നേ? നാളെയാ പോകുന്നേ. നല്ലത് വരട്ടെ. ആ കുഞ്ഞാപ്പി, 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 ഞാൻ നാളെ സെമിനാരിൽ പോകട്ടോ. ഓ സന്തോഷം. കുടക്കച്ചിറ പള്ളി വികാരി ഫാദർ മാത്യു ചിറയലിന്റെ അനുവാദത്തോടെ 1938 ജൂലൈ 7-ാം തീയതി മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടെ സെമിനാരിയിലേക്ക് യാത്രയായി. കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുവാൻ വിളിക്കപ്പെട്ടതിൽ കുടുംബാംഗങ്ങൾ സന്തോഷിച്ചെങ്കിലും മകന്റെ താൽക്കാലിക വേർപാട് അമ്മയെയും സഹോദരങ്ങളെയും ദുഃഖത്തിലാഴ്ത്തി. ചേട്ടായി, ഞങ്ങൾ ഓർക്കും. യാത്രയിലുടനീളം അപ്പനും മകനും മനസ്സു തുറന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ എന്ന സങ്കീർത്തനമൊന്നും നമ്മുടെ കൊച്ചു മിഷണറി അന്ന് ഓർമ്മിച്ചില്ലായിരിക്കാം. കോഴിക്കോട് രൂപതയിൽ വൈദിക പഠനത്തിന് ചേർന്ന വർക്കിയച്ഛൻ്റെ മംഗലാപുരം സെന്റ് ജോസഫ് സെമിനാരിയിലെയും മംഗലപ്പുഴ സെമിനാരിയിലെയും ജീവിതം സന്തോഷപ്രദമായിരുന്നു. പ്രാർത്ഥനയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കുഞ്ഞുവർക്കിക്ക് സാധിച്ചത് വൈദിക ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കുവാൻ സഹായിച്ചു.
ഷെമ്മാച്ചനായ വർക്കിയച്ചന് സെമിനാരിയിൽ വെച്ച് രാത്രിയിലൊരു ദുസ്വപ്നമുണ്ടായി. മോനെ, കുഞ്ഞുവർക്കി, അമ്മേ, തന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അച്ഛനെ അസ്വസ്ഥനാക്കി. പിറ്റേ ദിവസം അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് എന്നുള്ള വാർത്ത അറിഞ്ഞ് കുഞ്ഞുവർക്കി വേഗം നാട്ടിലേക്ക് പുറപ്പെട്ടു. തന്നെ താനാക്കിയ തന്റെ പൊന്നമ്മ. പലവിധ ചിന്തകൾ കുഞ്ഞുവർക്കിയെ അലട്ടി. സഹനങ്ങളെ സന്തോഷത്തോടെയും സമചിത്തതയോടെയും സ്വീകരിക്കണമെന്നുള്ള വലിയ പാഠമാണ് തറവാട്ടിലെത്തിയപ്പോൾ കുഞ്ഞുവർക്കിയെ കാത്തിരുന്നത്. ചേട്ടായി, നമ്മുടെ അമ്മ. അമ്മേ, അമ്മേ, അമ്മയുടെ മരണം കുഞ്ഞുവർക്കിയെ ആകെ തളർത്തി. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ദിവസങ്ങളോളം കുഞ്ഞുവർക്കിയെ വേട്ടയാടി. എന്നാൽ താൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടവനല്ല. താനേറ്റ വലിയ ദൗത്യത്തിന്റെ പൂർത്തീകരണം പ്രതിസന്ധികളിൽ തട്ടി ഉലയരുത്. കുഞ്ഞുവർക്കി ഉടൻ സെമിനാരിയിലേക്ക് യാത്രയായി. വാത്സല്യനിധിയായ അമ്മയുടെ മരണം മനസ്സിനെ ദുഃഖപൂരിതമാക്കിയെങ്കിലും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി അദ്ദേഹം സ്വീകരിച്ചു. അമ്മേ, നീയാണെൻ്റെ അമ്മ. ഇന്നും പരിശുദ്ധ അമ്മയോടുള്ള വിധേയത്വ സ്നേഹം വർക്കിയച്ചനെ ജീവിത പ്രതിസന്ധികളിൽ പതറാതെ കർമ്മനിരതനായിരിക്കുവാൻ പ്രാപ്തനാക്കി. മോശ അഹറോനോട് പറഞ്ഞു, ബലിപീഠത്തിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക. അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക. ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച്
അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക. മാർച്ച് 16 തന്റെ ജീവിതത്തിലെ ചിരകാലാഭിലാഷം പൂർത്തിയാക്കപ്പെട്ട സുന്ദരദിനം. വരാപ്പുഴ മെത്രാപ്പൊലീത്തയായിരുന്ന മാർ ജോസഫ് അട്ടിപ്പേറ്റി തിരുമേനിയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച് അദ്ദേഹം കർത്താവിൻ്റെ അഭിഷിക്തനായി. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ അരുൾ ചെയ്ത ദിവ്യഗുരുവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാദർ CJ വർക്കി. തൻ്റെ മക്കൾ ഓരോരുത്തരും സുവിശേഷ പ്രഘോഷകരാകണമെന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എത്ര ദുർഘടം പിടിച്ച സ്ഥലങ്ങളാണെങ്കിലും, എത്ര മൈലുകൾ താണ്ടേണ്ടി വന്നാലും, അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളാണെങ്കിലും വചനം പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അച്ഛൻ്റെ തീഷ്ണതയും അച്ഛൻ്റെ പ്രാർത്ഥനാ ചൈതന്യവും അച്ഛൻ്റെ മാതൃകയും ഞങ്ങൾക്കെന്നും പ്രചോദനമായിരുന്നു. തൻ്റെ മക്കൾ ഓരോരുത്തരും വളർന്നു വരുവാൻ വേണ്ടി അച്ഛൻ അക്ഷീണം പരിശ്രമിച്ച അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. സന്യാസിനികളും വൈദികരും അൽമായരും വജ്രപ്രഘോഷണ മേഖലയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. മോശയുടെ തീഷ്ണതയോടും വിശുദ്ധ പൗലോസിന്റെ ആവേശത്തോടും കൂടെ കുഞ്ഞുവർക്കിയച്ഛൻ കർത്താവിൻ്റെ വയലിലേക്കിറങ്ങി. പേരാവൂർ ഇടവകയിൽ ബഹുമാനപ്പെട്ട ജോസഫ് യത്തൂരച്ചൻ്റെ അസ്തേന്തിയായിട്ടാണ് ആദ്യം പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് എടൂർ ഇടവകയുടെ കീഴിലുള്ള സെന്റ് മേരീസ് പള്ളിയിൽ വികാരിയായി ചാർജ് എടുത്തു. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി ജീവിച്ച ആ കാലം കുടിയേറ്റ ജനതയുടെ ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു. ഭയാനകമായ മലമ്പനി അനേകരുടെ ജീവൻ അപഹരിച്ചു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മരിച്ചുപോയ സംഭവങ്ങൾ ആ കുടിയേറ്റ പ്രദേശത്തുണ്ടായി. ഈ ദുരന്തങ്ങൾ കണ്ടു പതറാതെ അഭികാമ്യമായ കാനാൻ നാട് ലക്ഷ്യമാക്കി പ്രയാണം ചെയ്ത ഇസ്രായേൽ ജനതയുടെ ധീരതയോടെ ഈ കർഷക മക്കൾ വനഭൂമി വിളഭൂമിയാക്കി. പൗരാണിക ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു വളർന്ന അവർ തങ്ങൾക്കായി
ഒരാത്മീയ നേതാവിന് ലഭിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വർക്കിയച്ഛനെ അവർക്ക് വികാരിയായി ലഭിച്ചത്. അച്ഛൻ്റെ ഓരോ പ്രവർത്തനവും ജനങ്ങളുടെ ആത്മീയ, സാംസ്കാരിക, ഭൗതിക ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുള്ളവയായിരുന്നു. ജനങ്ങളുമായി ചർച്ച ചെയ്ത് പ്രവർത്തനങ്ങളിൽ അവരെ ഭാഗഭാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം അച്ഛൻ്റെ ലക്ഷ്യത്തെ സുഗമമാക്കി. കാടും മേടും താണ്ടി തന്റെ അജഗണത്തിന്റെ സഹകരണത്തോടെ ഇടവകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് റോഡുകൾ വെട്ടിയുണ്ടാക്കി. റോഡുകൾ നാടിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് വർക്കിയച്ഛൻ അറിയാമായിരുന്നു. ഇടവകയിലെ ഓരോ ഭവനവും കയറിയിറങ്ങി ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ അച്ഛന് അവരുടെ നിർലോഭമായ സഹകരണം ലഭിച്ചു. അവരിൽ ഒരാളായി മാറിക്കൊണ്ടുള്ള പ്രവർത്തനം കുറഞ്ഞ കാലം കൊണ്ട് പള്ളികളും സ്കൂളുകളും പണിയുന്നതിനും നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനും സാധിച്ചു. ദൈവാനുഗ്രഹത്തിന്റെയും ജനങ്ങളോടുകൂടിയുള്ള കഠിനാധ്വാനത്തിന്റെയും ഫലമാണത്. ആയിരത്തി 1947 എടൂരിൽ നിന്നും മാനന്തവാടി ഇടവകയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. തലപ്പുഴ തുടങ്ങി പനമരം വരെയും മൈസൂറിന്റെ അതിർത്തി മുതൽ കുഞ്ഞോം വരെയുള്ള പ്രദേശങ്ങളായിരുന്നു അന്ന് മാനന്തവാടി ഇടവകയുടെ കീഴിൽ. യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന അക്കാലത്ത് അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങി. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന തന്റെ അജഗണത്തിന്റെ വേദനകളിലും യാതനകളിലും അവരെ ശക്തിപ്പെടുത്തുവാൻ, അവരുടെ അടുത്തെത്തുവാൻ ഈ സൈക്കിൾ സവാരി എളുപ്പമായിരുന്നു. കഠിനാധ്വാനമായിരുന്നു വർക്കിയച്ഛന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ വിജയരഹസ്യം. 1953 തലശ്ശേരി രൂപത സ്ഥാപിതമായി. അഭിവന്യ വള്ളോപ്പള്ളി പിതാവിന്റെ ആഗ്രഹാനുസരണം 1954 ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ കോഴിക്കോട് രൂപതയിൽ നിന്നും തലശ്ശേരി രൂപതയിലേക്ക് ചേർന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ കുടിയേറ്റ കേന്ദ്രങ്ങളെല്ലാം തലശ്ശേരി രൂപതയുടെ കീഴിലായി. അങ്ങനെ കുളത്തുവയലും തലശ്ശേരി രൂപതയുടെ ഭാഗമായി. വികസനം എത്തിനോക്കാത്ത കുളത്തുവയൽ പ്രദേശത്തെ അച്ഛൻ ഒരു കാനാൻ ദേശമാക്കി മാറ്റി. അന്ന് 400 കിലോമീറ്റർ പ്രദേശത്ത് ഒരു ഹൈസ്കൂളും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന സെയിന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വർക്കിയച്ഛന്റെ പരിശ്രമ ഫലമായി പണികഴിപ്പിച്ച കുളത്തുവയലിലെ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഫൊറോന ദേവാലയം 1500ഓളം കുടുംബങ്ങൾക്ക് ആത്മീയ ആവശ്യത്തിനും പുരോഗതിക്കും കാരണമായി. 1967 തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രഥമ കോർപ്പറേറ്റ് മാനേജരായി വള്ളോപ്പള്ളി പിതാവ് തെരഞ്ഞെടുത്തത് ഏതു പ്രശ്നത്തെയും ധീരതയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യുവാൻ കരുത്തനായ CJ വർക്കിയച്ഛനെയായിരുന്നു. നിസ്വാർത്ഥമായ സേവനം മൂലം സമൂഹത്തിന് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അവർക്ക് മാതൃകയായി എങ്ങനെ മാറാൻ കഴിയുമെന്നും ഉള്ളതിനൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ്റെ ജീവിതം. ഇന്ന് കുളത്തുവയലിലൂടെ കടന്നുപോകുന്ന ഒട്ടുമിക്ക റോഡുകളുടെയും പാലങ്ങളുടെയും പ്രേരകശക്തി അച്ഛനായിരുന്നു. കുളത്തുവയൽ ഹൈസ്കൂൾ, LP സ്കൂൾ, പെരുവണ്ണാമൂഴി ഫാത്തിമ മാത LP സ്കൂൾ, പുഷ്പഗിരി LP സ്കൂൾ, ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് സ്കൂൾ, ഓഞ്ഞിൽ സെന്റ് ജോസഫ് സ്കൂൾ തുടങ്ങിയ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുവാനും അച്ഛന് കഴിഞ്ഞത് ആ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാന ശിലയായി. ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതി
വിദ്യാഭ്യാസമുള്ള ഒരു ജനതയിലൂടെയേ സാധിക്കൂ എന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചിന്തകളുടെ ഒരു പിന്തുടർച്ചക്കാരനായിരുന്നു വർക്കിയച്ചൻ. കായിക വിനോദങ്ങൾക്ക് എന്നും ആവേശവും പിന്തുണയുമായി അച്ഛൻ നിലകൊണ്ടു. പഠനത്തോടൊപ്പമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികളുടെ കരിയറിൽ നല്ല മാറ്റം ഉളവാക്കുമെന്ന് വർക്കിയച്ചന് അറിയാമായിരുന്നു. വർക്കിയച്ചന്റെ ക്രാന്തദർശനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് കുളത്തുവയലിൽ കുന്നൻ നെറുകയിൽ നിറഞ്ഞുകിടക്കുന്ന സറാസ് ജോർജിയ എന്ന നീന്തൽക്കുളം. 1960കളുടെ തുടക്കത്തിൽ കേരള സംസ്ഥാനത്തിന് അനുവദിച്ച 2 നീന്തൽക്കുളങ്ങളിലൊന്ന് അച്ഛൻ നേടിയെടുത്തു. ഈ അത്യപൂർവ നീന്തൽക്കുളം അനേക നീന്തൽ താരങ്ങൾക്ക് പ്രചോദനമായി. സ്വന്തം കഴിവുകളുടെ പരിമിതിയെപ്പറ്റി തികച്ചും ബോധവാനായ അദ്ദേഹം ശക്തി നേടുന്നത് പ്രാർത്ഥന വഴിയാണ്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന കർത്താവിൻ്റെ വാക്കുകൾ അദ്ദേഹം ശരിയായി മനസ്സിലാക്കി. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് വർക്കിയച്ചന്റെ ജീവിത വിജയത്തിന്റെ ആത്യന്തികമായ വിജയരഹസ്യം. കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരു വലിയ ആധ്യാത്മിക പിതാവായിട്ട്, ആധ്യാത്മിക നിയന്താവായിട്ട് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട CJ വർക്കിയച്ചനുമായൊപ്പം വളരെ കാലം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ച ആ മധുരസ്മരണകൾ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലനയിൽ ഇന്നത്തെ ലോകത്തിൽ ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്കും വലിയൊരു നേതൃത്വം കൊടുക്കുവാനായിട്ട് നല്ലവനായ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് CJ വർക്കിയച്ചന്. വർക്കിയച്ചൻ്റെ ഈ വലിയ നേട്ടത്തിന് പ്രധാനമായിട്ട് ദൈവം വിവരിച്ച 2 മാർഗങ്ങളുണ്ട്. അതൊന്ന് വർക്കിയച്ചൻ്റെ മനസ്സിൽ ഉദിച്ചുയർന്ന ദൈവത്തിൻ്റെ പരിപാലന ദൈവിഷ്ടമാണെന്ന് മനസ്സിലാക്കിയ MSMI സഭാ സമൂഹത്തിൻ്റെ സ്ഥാപനമാണ്. മെൽമേരി മക്കൾ ഈ ആധ്യാത്മിക നവീകരണത്തിന് വലിയൊരു ഉപകരണമായി തീർന്നു എന്ന് ഉള്ളതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തേത് വർക്കിയച്ചൻ്റെ നേതൃത്വത്തിൽ വിമലമേര സഹാബാ സമൂഹത്തിൻ്റെ സഹകരണത്തിൽ വർക്കിയച്ചൻ കുളത്തുവയിൽ ആരംഭിച്ച ധ്യാന സെൻറ്ററും ആ ധ്യാന സെൻറ്ററിലൂടെ നടന്ന ധ്യാന പരിപാടികളും അനേക കാര്യങ്ങളെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിച്ച് ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. ഇടവക വികാരിയായ വർക്കിയച്ചൻ സ്ഥലത്തെ മജിസ്ട്രേറ്റും പോലീസ് ഇൻസ്പെക്ടറുമായിരുന്നു. നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കുന്നത് പള്ളിമുറ്റത്ത് വെച്ചായിരുന്നു. വിരട്ടേണ്ടവരെ വിരട്ടും, തലോടേണ്ടവരെ തലോടും. അമ്മച്ചിക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നു ഇതൊക്കെ. ഇത്രയും പ്രായമായില്ലേ, ഇനി മേല ഇങ്ങനൊരു പ്രശ്നമായിട്ട് വന്നേക്കരുത്, പൊക്കോണം. അച്ഛൻ്റെ വാക്ക് അവസാന വാക്കായി എല്ലാവരും അനുസരിച്ചു. കാരണം തീർപ്പുകൾ ന്യായവും സത്യസന്ധവുമായിരുന്നു. പല പ്രശ്നങ്ങളിലും അച്ഛൻ ഇടപെട്ട് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതായി കൂടുതൽ ഐക്യത്തോടെ വാദിയും പ്രതിയും ഒരുമിച്ച് കഴിയുന്ന കാഴ്ച നിരവധിയായിരുന്നു. കാരണം അച്ഛൻ്റെ നർമ്മബോധം അത്രയ്ക്ക് വലുതായിരുന്നു. വർക്കിയച്ചന്റെ തിരക്കു പിടിച്ച ഞായറാഴ്ചകൾ ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. പാതിരാ മുതലുള്ള ഉപവാസം, പെരുവണ്ണാമൊഴി പള്ളിയിൽ കുർബാന, പ്രസംഗം എന്നിവ കഴിഞ്ഞ് 4-5 മൈൽ നടന്ന് കുളത്തുവയൽ പള്ളിയിൽ വീണ്ടും കുർബാനയും പ്രസംഗവും. കൊടും കാട്ടിലൂടെ ഉപവാസമെടുത്തുള്ള നടപ്പിൽ അരുവികളിലെ വെള്ളം മാത്രമായിരുന്നു ആശ്രയം. രോഗികളുള്ള വീട്ടിലെത്തി അവർക്ക് വിശുദ്ധ കുർബാനയും രോഗീലേപനവും കൊടുത്ത് നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മിക്കവാറും പള്ളിമുറിയിലെത്തുന്നത് രാത്രികാലങ്ങളിൽ. കർത്താവിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ വൈദികന്റെ നല്ല മാതൃക അനുകരണീയം തന്നെ.
ഉരക്കുഴി വെള്ളച്ചാട്ടം കാണണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച വർക്കിയച്ചൻ 1951 മാർച്ച് 18 വനയാത്രയ്ക്ക് തയ്യാറായി. കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന വനത്തിലൂടെയുള്ള സാഹസിക യാത്ര ഒരു വെള്ളച്ചാട്ടത്തിനരികിലെത്തിച്ചു. വളരെ ഉയരത്തിൽ നിന്നും കുത്തനെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം അച്ഛനെ അത്ഭുതപ്പെടുത്തി. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും എന്ന ചിന്ത ബഹുമാനപ്പെട്ട വർക്കിയച്ചൻ്റെ മനസ്സിൽ ഉദിച്ചു. ശ്രീ തോമസ് മടക്കാവുങ്കലിനെ കൊണ്ട് മാതൃഭൂമി പത്രത്തിൽ 1952 അച്ഛൻ എഴുതിച്ച ലേഖനം ജനശ്രദ്ധ പിടിച്ചുപറ്റി. തനിക്ക് ലഭിച്ച ഉൾപ്രേരണ അനുസരിച്ച് അച്ഛൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് കമ്മീഷന് ഹൈഡ്രോ ഇലക്ട്രിക് സ്കീമിനും ഇറിഗേഷനുമുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി അയച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമായിരുന്നു അത്. ഗവൺമെൻറ് ഈ പ്രൊജക്റ്റ് മുഖവിലക്കെടുത്തു. ഗവൺമെൻറ് നിർദ്ദേശമനുസരിച്ച് ചീഫ് എഞ്ചിനീയർ കുട്ടിയാമു സാഹിബിൻ്റെ പഠനപ്രകാരം കക്കയത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്തു. ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് പാഴായി പോകുന്ന വെള്ളം ഉപയോഗിച്ച് പെരുവണ്ണാമൂഴിയിൽ അണക്കെട്ടുണ്ടാക്കി ജലസേചനത്തിനായി ഉപയോഗിക്കാമെന്ന അച്ഛൻ്റെ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടു. തികച്ചും ജനോപകാരപ്രദമായ കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് മലബാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഒരു പൗരൻ്റെ മഹത്തായ പങ്കാളിത്തം ഏവർക്കും മാതൃകാപരമാണ്. സന്യാസി സമൂഹത്തിന് രൂപം കൊടുത്തത് ഒരു പ്രത്യേക കാരണം കൊണ്ടോ അല്ല പ്രത്യേക ഒരു തോന്നൽ കൊണ്ടോ അല്ല. ഇത് ഒരുപാട് സമയമെടുത്ത കാര്യമാണ്. ഞാനതെല്ലാം ഇടവകയിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം എൻ്റെ ഒരു പരിപാടി എല്ലാ കൊല്ലവും ഇടവകയിലെ ഓരോ വീടും സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗുണവുമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ പല പ്രസ്ഥാനങ്ങളായപ്പോൾ എല്ലാ കൊല്ലവും എല്ലാ വീടും കവർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. വീടുകൾ സന്ദർശിക്കുമ്പോൾ വെറുതെ സന്ദർശിക്കുകയല്ല, അവരുടെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. വീട് വഞ്ചരിക്കാൻ വീട് വഞ്ചരിച്ചിരുന്നു. അതുപോലെ പിരിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതേപ്പറ്റി പറഞ്ഞിരുന്നു. ഇങ്ങനെ എല്ലാം കൂടിയാണ് പോയിരുന്നത്. അത് വളരെ ഫലപ്രദമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ സിസ്റ്റേഴ്സ് ഇതിനായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കുമില്ല എന്ന്. ഒരച്ഛന് വീട് സന്ദർശിക്കുമ്പോൾ അതൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ അതിന് പകരം 2 സിസ്റ്റേഴ്സ് പോവുകയാണെങ്കിൽ ഏറെക്കുറെ അവർ ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ്റെ ബുദ്ധിമുട്ട് കുറയാനിടയാകും. ഞാൻ സാധാരണ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തൊന്നും കയറി പോകാറില്ല. എന്നാൽ സിസ്റ്റേഴ്സ് ആകുമ്പം അവർക്ക് അങ്ങ് അടുക്കളയിലേക്ക് പോലും കയറി ചെല്ലാനും അവിടെയുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കാനും സാധിക്കുമായിരുന്നു. അതൊരു പ്രതീക്ഷ എനിക്ക് വലുതായിട്ട് തോന്നി. അച്ഛന്മാരോട് സംസാരിക്കണമെങ്കിൽ ഇടവക്കാർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സൗകര്യം കിട്ടുകയില്ല. ഒരു സ്ത്രീ ചെന്ന് അച്ഛനോട് വർത്തമാനം പറയുകയാണെങ്കിൽ അവൾ എന്തിനാണ് അവിടെ പോയത്, എന്തിനാ അച്ഛനോട് എന്നാ പറയാനാണ് പോയത് എന്നൊക്കെ ചിന്തിക്കും മനുഷ്യർ. അപ്പോൾ പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് കുമ്പസാരക്കൂട്ടി വെച്ചാണ്. കുമ്പസാരക്കൂട്ടിൽ അധികം സമയം എടുത്തു കഴിഞ്ഞാൽ പുറകെ നിൽക്കുന്ന അമ്മാമ്മമാരും ഇടത്തിമാരും പറയാൻ തുടങ്ങി, അവൾ എന്നായി പറയുന്നത്, എന്നെ എത്ര സമയം എടുക്കുന്നത് എന്നെല്ലാം രഹസ്യത്തിൽ പറയാൻ ആരംഭിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ഒന്നും സമയമെടുത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വീടുകളിൽ ചെന്ന് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു, രഹസ്യമായിട്ട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ പ്രയാസങ്ങളെല്ലാം പറയാൻ ഒരു വേദിയായി സൗകര്യമായി. നല്ല കുടുംബങ്ങളിൽ നിന്നേ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കൂ എന്ന് ചിന്തിച്ച വർക്കിയച്ചൻ ജാതി മതഭേദമന്യേ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു. കുടിയേറ്റ ജനതയുടെ ആധ്യാത്മികവും സാമൂഹികവുമായ നവോത്ഥാനം ലക്ഷ്യമാക്കി പുതിയ ഒരു സന്യാസിനി സമൂഹം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഫലപ്രാപ്തിയിലെത്തിയത് 1958 അഭിവന്യ വള്ളോപ്പള്ളി പിതാവിനോട് അച്ഛൻ പുതിയ സന്യാസിനി സമൂഹ സ്ഥാപനം എന്ന ആശയം പങ്കുവച്ചപ്പോഴാണ്.
കുടിയേറ്റക്കാരുടെ പിതാവും അൽഫോൺസാമയുടെ ഭക്തനുമായ വള്ളോപ്പള്ളി പിതാവ് എല്ലാ ഇടവകകളിലും സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യവും സേവനവും ലഭ്യമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പുരോഗമന ചിന്താഗതിക്കാരനായ പിതാവിന് വർക്കിയച്ചന്റെ ഈ ആശയം വളരെ ഇഷ്ടപ്പെട്ടു. പരിശ്രമശാലിയും അടിയുറച്ച ദൈവവിശ്വാസിയുമായ വർക്കിയച്ചന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്താൽ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പിതാവ് പുതിയ ആശയത്തിന് പ്രോത്സാഹനവും ക്രിയാത്മക സഹകരണവും നൽകിക്കൊണ്ട് പിതാവ് തന്നെ റോമിലേക്ക് എഴുതി അനുവാദം വാങ്ങിക്കൊടുത്തു. അഹം വെടിഞ്ഞ് കഴിവുള്ളവരെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന് നേട്ടങ്ങളുണ്ടാക്കുന്നതിൽ വള്ളോപ്പള്ളി പിതാവ് ഏത് പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് എന്നും ഒരു മാതൃകയാണ്. കുളത്തുവയൽ ഇടവക സമൂഹം ദാനമായി കൊടുത്ത 3.5 ഏക്കർ സ്ഥലത്ത് നിരങ്ങൻ പാറമേൽ 1962 സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ദിനത്തിൽ മരിയ ഭക്തനായ വർക്കിയച്ചൻ മാതാവിൻ്റെ നാമധേയത്തിൽ വിമലാലയം എന്ന പേരിൽ വിമലമേരി സഹോദരികൾ എന്ന സന്യാസിനി സമൂഹം ആരംഭിച്ചു. ആദ്യ ബാച്ചിൽ 21 അർത്ഥിനികൾ വർക്കിയച്ചന്റെ ഏതു ഭാവനയും എന്ത് ത്യാഗവും സഹിച്ച് പ്രാവർത്തികമാക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ട ആദ്യ ബാച്ചുകളിൽപ്പെട്ട വിമലമേരി മക്കളെ എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. കുളത്തുവയലിൽ മദർ ഹൗസിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ ശരിക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന കാലമായിരുന്നു. അന്ന് പണിക്കാർക്ക് പൈസ കൊടുക്കാനില്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ തന്നെ അതിൻ്റെ കുറേയേറെ പണികൾ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് കോൺക്രീറ്റ് കൂട്ടിക്കഴിയുമ്പോൾ അത് എടുത്തു കൊണ്ടുപോയി കൊടുക്കുക, മണൽ വാരുക, അത് അരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പണികളെല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തന്നെ വളരെ അഭിമാനം തോന്നിയിരുന്നു. കാരണം ഈ പണികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നല്ലോ. ആ സമയത്ത് തന്നെ ഞങ്ങൾ സുഹൃദീപങ്ങൾ ചൊല്ലിക്കൊണ്ടുമാണ് ആ പണികൾ ചെയ്തിരുന്നത്. ഞങ്ങൾ പണിയുന്നത് കാണുമ്പോൾ അടുത്തുള്ള ആൾക്കാർ നോക്കി നിൽക്കുകയും ഞങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ പുഴയിൽ നിന്ന് മണൽ വാരിക്കൊണ്ട്
നിൽക്കുമ്പോൾ പോലീസുകാരത് നോക്കി നിന്നിട്ട് പറഞ്ഞു, സിസ്റ്റേഴ്സ് എത്ര അഭിമാനത്തോടെയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നതെന്ന്. അങ്ങനെ അന്നത്തെ കാലത്ത് പണികൾ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും ദുരഭിമാനം തോന്നിയിരുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ പണി ചെയ്യുന്നത് കാണുന്ന ജനങ്ങൾ തന്നെ ഞങ്ങളെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ ഇടവകയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു 8 കുട്ടികൾ വന്നിട്ട് അച്ഛനോട് ആദ്യം ചോദിച്ചെന്നാണ് പറഞ്ഞ്, അച്ഛൻ ഞങ്ങളെ ഒന്ന് ധ്യാനിപ്പിക്കാവോ എന്ന്. അപ്പോൾ അച്ഛനതൊരു തമാശയായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അച്ഛൻ ഇതുവരെ അന്നുവരെയും ധ്യാനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ കുട്ടികൾ പിന്നെയും വന്ന് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ ഒന്ന് ധ്യാനിപ്പിക്കുമെന്ന് പറഞ്ഞെന്ന്. അപ്പം പിന്നെ അച്ഛൻ ഓർത്തു, എന്നാൽ ഈ പിള്ളേരെ 8 പേരല്ലേ ഉള്ളൂ, എന്നാൽ ഞാനൊന്ന് ധ്യാനിപ്പിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് അച്ഛൻ ധ്യാനിപ്പിക്കാനായിട്ട് ആരംഭിച്ചെന്നാണ് പറഞ്ഞത്, കുളത്തുവയൽ പള്ളിയിൽ വെച്ച് തന്നെ. അപ്പം പിന്നെ അവസാനമായപ്പോൾ അച്ഛനങ്ങ് തോന്നി കൈവപ്പ് പ്രാർത്ഥനയും കൂടെ നടത്താമെന്ന്. തുരുത്തുമറ്റത്തിലച്ഛൻ, ഇപ്പം മരിച്ചുപോയ തുരുത്തുമറ്റത്തിലച്ഛൻ അന്നേരം പെരുവണ്ണാമൊഴിയിലുണ്ടായിരുന്നു. വർഗീച്ചൻ തുരുത്തുമറ്റത്തിലച്ഛനെയും വിളിച്ചു. അച്ഛനും കൂടെ വന്ന് കൈവപ്പ് ശുശ്രൂഷ നടത്തി. അത് ഇവർക്ക് ഭയങ്കര അഭിഷേകമായിട്ട് തീർന്നു. അപ്പോൾ അത് അച്ഛനൊരു ഭയങ്കര വലിയ ഉൾപ്രേരണയായി. അപ്പം പിന്നെ കുറച്ച് സ്ത്രീകൾ ഇതറിഞ്ഞിട്ട് പിന്നീട് അവർ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇടവകയിൽ പിന്നെ ഒരു ധ്യാനം കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ അച്ഛന് കൂടുതൽ പിന്നെ അനുഭവമായി. അപ്പോൾ അച്ഛൻ അങ്ങനെ, അതാണ് ആരംഭം. അതിൽ തുടർന്ന് അച്ഛനിങ്ങനെ വലിയ രംഗത്തേക്കായി വന്നു. നവീകരണ രംഗത്ത് അച്ഛന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. 1977 വർക്കിയച്ചൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ ആകൃഷ്ടനാവുകയും അനേകം സ്ഥലങ്ങളിൽ വചനപ്രഘോഷണം നടത്തുകയും ചെയ്തു. അച്ഛന് ലഭിച്ച ദൈവിക വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിംഗ് അനേകരെ ആകർഷിച്ചു. ധാരാളം പേർ ദൈവാനുഭവത്തിലേക്കും മാനസാന്തരത്തിലേക്കും വരുവാൻ തുടങ്ങിയപ്പോൾ ഒരു ധ്യാനമന്ദിരം തന്നെ തുടങ്ങുവാൻ നിർബന്ധിതനായി. കുളത്തുവയലിൽ അച്ഛൻ തുടങ്ങിയ നിർമ്മല കോളേജ് കെട്ടിടം ഉൾപ്പെടുത്തി നിർമ്മല ധ്യാന കേന്ദ്രം NRC തുടങ്ങുവാൻ ഏറെ താമസം വേണ്ടി വന്നില്ല. നമ്മുടെ കർത്താവ് അനന്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. വളരെ ആവശ്യമുണ്ടായിട്ടില്ല. സാധാരണക്കാരുടെ മനുഷ്യനെപ്പോലെ അവിടുന്ന് ജ്ഞാനത്തിലേക്ക് വരും. സാധാരണക്കാരായ മനുഷ്യരെ വചനപ്രഘോഷണ രംഗത്ത് അച്ഛൻ കൈപിടിച്ചുയർത്തി. ഭാരം ചുമക്കുന്നവർക്ക് അത് ഇറക്കി വയ്ക്കുവാൻ ഒരു അത്താണി, പാപഭാരം പേറുന്നവർക്ക് അത് കഴുകിക്കളയുവാനുള്ള നീരുറവ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആശ്വാസത്തിനായി വന്നെത്തുന്ന ആയിരങ്ങൾ. കേരളത്തിലെ അറിയപ്പെടുന്ന ധ്യാനകേന്ദ്രമായി NRC മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. വാ സഹോദരാ, ഇതാ ഈ 2 ഭാണ്ഡവും. എന്താണ് ഒരു നാറ്റം? എന്തിന്? ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ സെൻറ്റ് ഓഫായി. ഞാൻ എന്താണെങ്കിലും SLC പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്നും തല്ലടിക്കുവാനായിട്ട് എൻ്റെ പപ്പായോട് പൈസ ചോദിച്ചിട്ട് ഒറ്റ പൈസ പോലും തന്നില്ല. ദൂരെ 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 വേഗം 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 യാത്ര. ദൂരെ 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 വേഗം 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 യാത്ര. പറന്നു പറന്നു പറന്നിറങ്ങും മാലാഖമാർക്കൊപ്പം പറന്നു പറന്നു പറന്നുയരും. സഭയുടെയും രാജ്യത്തിന്റെയും ഭാവി യുവജനങ്ങളിലാണ്. രാജ്യസ്നേഹമുള്ള സന്മാർഗബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ദൈവ അവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വർക്കിയച്ചന്റെ പരിശീലനത്തിൽ MSMI സന്യാസ സമൂഹം നടത്തുന്ന ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് മക്കളാണ് എത്തുന്നത്. ടീനേജ് കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയുകയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയും വഴി പ്രത്യാശയുടെ കിരണങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് വർക്കിയച്ചൻ.
ശ്രീകോവിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ വചനപ്രഘോഷണം ബഹുമാനപ്പെട്ട അച്ഛന് മാധ്യമത്തിൻ്റെ സഹായത്തോടെ നിർവഹിച്ചിരുന്നു. വിമലാലയത്തിൻ്റെ താഴെയുള്ള പാറയിൽ സ്ലൈഡ്സ് ഉപയോഗിച്ച് ബൈബിൾ ചിത്രങ്ങൾ കാണിക്കുകയും അതോടൊപ്പം തന്നെ അച്ഛൻ ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് വചനം പ്രഘോഷണം നടത്തിയിരുന്നു. അപ്പോൾ അത് കേൾക്കുവാനും കാണുവാനുമായി ധാരാളം കുട്ടികളും അയൽവാസികളും വന്നു ചേർന്നിരുന്നു. അപ്പോൾ ആരംഭ നാളുകളിൽ തന്നെ വചനപ്രഘോഷണത്തിന് മാധ്യമം ഉപയോഗിക്കുന്ന ഒരു ശൈലി അച്ഛനുണ്ടായിരുന്നു. പിന്നീട് പ്രൊജക്ടർ കിട്ടിയപ്പോൾ അത് മിഷൻ പ്രദേശങ്ങളിൽ മിഷൻ പര്യടനത്തിന് പോകുമ്പോൾ കൊണ്ടുപോവുകയും അവിടെയുള്ള ഗ്രാമവാസികൾക്ക് അത് കാണിച്ചുകൊണ്ട് വചനപ്രഘോഷണം നടത്തുകയും ചെയ്തിരുന്നു. ഫാദർ അബ്രഹാം കടിയക്കുഴി, ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റം, ഫാദർ ജോർജ് കളത്തിൽ, ഫാദർ ജോസ് വട്ടോലി, ഫാദർ തോമസ് പനക്കൽ, ഫാദർ സൈമൺ വള്ളോപ്പള്ളി, ഫാദർ ബെന്നി മുണ്ടനാട്ട്, മുണ്ടോളിക്കൽ അച്ഛൻ എന്നിവർ അച്ഛൻ്റെ വചന ശുശ്രൂഷയിൽ സഹായികളായും ചിലർ ശിഷ്യരായും എത്തിച്ചേർന്നു. വചനപ്രഘോഷണ രംഗത്തും കൗൺസിലിംഗ് രംഗത്തും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് പരിശീലനം കൊടുത്ത് നിരവധി ധ്യാന സെന്ററുകൾ വർക്കിയച്ഛൻ ആരംഭിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇന്ത്യയിലും വിദേശത്തും പടർന്നു പന്തലിച്ച ഒരു സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട വർക്കിയച്ഛന്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ജനജീവിതത്തിന്റെ അടിസ്ഥാന ഭദ്രത ഉറപ്പുവരുത്താനായിരുന്നെങ്കിൽ പിന്നത്തേത് ആധ്യാത്മിക ജീവിതത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയുടെ കൂടപ്പിറപ്പായ മൂല്യത്തകർച്ച സമൂഹത്തിന്റെ മേൽ പിടിമുറുക്കിക്കൊണ്ട് ആധ്യാത്മിക ച്യുതിയും ബുദ്ധിപരമായ അരാജകത്വവും സൃഷ്ടിക്കുന്നതിനെതിരെ വചനത്തിന്റെ ഇരുതല വാളുമായി പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പരിശീലനം നൽകിയ വിമല മക്കൾ. ഭാവിയിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ കാലേ കൂട്ടി ഗ്രഹിക്കുക. നാളെയുടെ നാടുകൾ നന്മയുടെ ഇതളുകളായി വിടരുവാൻ വേണ്ട കാര്യങ്ങൾ ഇന്നേ ചെയ്യുക. അവയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതിരിക്കുക. തുറന്ന കാതിൻ്റെയും തുറന്ന മനസ്സിൻ്റെയും ഉടമയായിരിക്കുക. ഇത്തരം സിദ്ധികളുള്ള വ്യക്തികളെ ക്രാന്തദർശികളെന്നും പ്രവാചകന്മാരെന്നും ഉൾക്കാഴ്ചയുടെ ഉടമകളെന്നുമൊക്കെ നമ്മൾ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ സാംശീകരിച്ച് കർമ്മവേദിയിൽ പ്രാവർത്തികമാക്കി ലോകത്തിന്റെ സമഗ്ര നന്മയ്ക്ക് ഉപയുക്തമാക്കുന്ന ഇത്തരം ആളുകളാണ് ലോകചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കുകയും ദിശാബോധം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരക്കാരുടെ നിരയിൽ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് ബഹുമാനപ്പെട്ട CJ വർക്കിയച്ഛനുള്ളത്. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേക കാരിസം. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് കുടുംബ കേന്ദ്രീകൃതമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ വിശിഷ്യ വചന പ്രഘോഷണത്തിലൂടെ കാരിസം പ്രാവർത്തികമാക്കുന്നു. ഇടവക വികാരിയായി സേവനം ചെയ്തപ്പോഴുണ്ടായ ജീവിതാനുഭവങ്ങളാണ് വർക്കിയച്ഛന് പിൽക്കാലത്ത് പല പ്രസ്ഥാനങ്ങളും തുടങ്ങുവാനുള്ള പ്രചോദനം നൽകിയത്. കുടുംബനാഥൻ അപകടത്തിൽപ്പെട്ട് മരിച്ച് അനാഥമായ ഒരു കുടുംബത്തെ ഒരിക്കൽ അച്ഛൻ കണ്ടുമുട്ടി. ജീവിത തകർച്ചകളെ നേരിടുന്നവർക്ക് ഒരത്താണിയാകാൻ തനിക്കെങ്ങനെ കഴിയും? കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങൾ, ഇവരെ സഹായിക്കുകയാണ് തൻ്റെ ഏറ്റവും വലിയ കടമ.
നിന്ദിതരെയും പാപികളെയും സ്നേഹിച്ച യേശുനാഥന്റെ കാലടികളെ പിന്തുടരുക. ഈ ചിന്തയാണ് വർക്കിയച്ചനെ ബാലഭവനുകൾ തുടങ്ങുവാൻ പ്രേരിപ്പിച്ചത്. നന്മ നിറഞ്ഞൊരു ഭൂമിയിൽ ഞങ്ങൾക്കു ജന്മം നൽകി നീ. നന്മ നിറഞ്ഞൊരു ഭൂമിയിൽ ഞങ്ങൾക്കു ജന്മം നൽകി നീ. പാപികളായി പീഡിതരായി പാടുന്നു ഞങ്ങൾ നിന്റെ നാമം. നന്മ നിറഞ്ഞൊരു ഭൂമിയിൽ ഞങ്ങൾക്കു ജന്മം നൽകി നീ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കായി നീ അണിഞ്ഞു മുൾക്കിരീടം. ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കായി നീ അണിഞ്ഞു മുൾക്കിരീടം. ഗാഗുൽത്തയിൽ ഹല്ലേലൂയ, കാൽവരിയിൽ ഹല്ലേലൂയ. നിൻ ജീവരക്തം നീ ചിന്തിയില്ലയോ, നിന്നാമം വാഴ്ത്തപ്പെടേണമേ. നന്മ നിറഞ്ഞൊരു ഭൂമിയിൽ ഞങ്ങൾക്കു ജന്മം നൽകി നീ. നീ പിറന്ന ബത്ലഹേമിൽ, നീ വളർന്ന ജെറുസലേമിൽ. നീ പിറന്ന ബത്ലഹേമിൽ, നീ വളർന്ന ജെറുസലേമിൽ. നിന്ദിതർക്കും ഹല്ലേലൂയ, ദുഃഖിതർക്കും ഹല്ലേലൂയ. നിൻ ദിവ്യകാരുണ്യം നൽകിയില്ലയോ, നിൻ രാജ്യം വീണ്ടും വരേണമേ. നന്മ നിറഞ്ഞൊരു ഭൂമിയിൽ ഞങ്ങൾക്കു ജന്മം നൽകി നീ. ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ മക്കൾ അനാഥരായി തീർന്നവർ, ആത്മഹത്യ ചെയ്ത മാതാപിതാക്കളുടെ കുട്ടികൾ, മക്കളെ പോറ്റുവാൻ നിർവാഹമില്ലാത്ത മാതാപിതാക്കളുടെ കുട്ടികൾ, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്തവർ, അനാഥർ, ഇങ്ങനെ തകർന്നു പോകേണ്ട പല ബാല്യങ്ങളും വർക്കിയച്ചന്റെ ദൈവിക കരസ്പർശത്താൽ ജീവിതത്തിന്റെ ഏണിപ്പടികൾ കയറി മനോഹാരിതയിലേക്ക് പറന്നുപോയിരിക്കുന്നു. എങ്ങനെയാണ് ഈ വൈദികനെ നാം ആദരിക്കേണ്ടത്? വിമല മക്കളിലൂടെ സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ വഴിത്താര വെട്ടിത്തുറക്കുവാൻ അച്ഛന് ലഭിച്ച പ്രേരകശക്തി ദൈവത്തിലുള്ള അടിയുറച്ച ശരണം തന്നെ. അച്ഛനറിയാം, നാളെയുടെ നല്ല ഭൂമി കറങ്ങിത്തിരിയേണ്ടത് ഈ കുഞ്ഞുങ്ങളിലൂടെയാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നല്ല ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് അച്ഛന്. പ്രാർത്ഥനയിൽ അടിയുറച്ച വിശ്വാസവും ദൈവമാണ് എല്ലാത്തിൻ്റെയും സമ്പത്ത് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിലാണ് അച്ഛന് ഏത് കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നത്. ഒരു പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ പിന്നെ അങ്ങനെയൊന്നും അച്ഛനൊന്നിനും കണക്കാക്കാതെ എല്ലാത്തിലും ദൈവമാണ് സമ്പത്ത് എന്നുള്ള ആ ഉറച്ച ബോധ്യത്തിൽ അച്ഛൻ മുന്നോട്ട് പോകാറുള്ളത്.
എൻ്റെ കാഴ്ചപ്പാടിൽ. പിന്നെ സഭയെ സംബന്ധിച്ച് സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിക്കാനായിട്ട് സഹോദരിമാരെയൊക്കെ വിടുമ്പോഴും പൈസ ഇല്ലെങ്കിൽ ആ ദൈവം തരും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ അടിയുറച്ച ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. വളരെ നല്ല കൂട്ടായ്മ. പട്ടിണിയാണേലും വിഷമമാണേലും അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അപ്പോൾ സ്നേഹം ഒന്നുകൂടി ആഴത്തിൽ അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഏത് തൊഴിൽ ചെയ്യാനും സന്നദ്ധരാണ് ഞങ്ങൾ. ഇപ്പോഴാണേലും അതെ, അന്നാണേലും അതെ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന തിരുവചനം വർക്കിയച്ചൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമായി. അവിടുത്തെ ശക്തിയിൽ നമുക്കൊന്നും അസാധ്യമായിരിക്കില്ല എന്നുള്ള ജീവിത സാക്ഷ്യം കൂടിയാണ് വർക്കിയച്ചൻ. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച തൻ്റെ ഇടവകയിലെ ഒരു കുറ്റവാളിയെ അച്ഛൻ ഒരിക്കൽ കണ്ടുമുട്ടി. അച്ഛോ, എന്റെ മക്കൾക്ക് കാര്യമില്ല അച്ഛോ. എന്നെ ജീവരുത് ശിക്ഷിച്ചോ. എന്റെ ഭാര്യ മരിച്ചു വെച്ചു. എന്റെ മക്കൾ അനാഥരാണ് അച്ഛാ. അവര് പട്ടിണിയാണ് അച്ഛാ. അവർക്ക് ആരുമില്ല അച്ഛാ. അവര് രക്ഷിക്കണം അച്ഛാ. രക്ഷിക്കണം അച്ഛാ. അവർക്ക് ആരുമില്ല അച്ഛോ. അവർക്ക് ആരും. ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് അനാഥമാക്കപ്പെട്ട ആ കുറ്റവാളിയുടെ കുടുംബം എന്ത് തെറ്റ് ചെയ്തു? അവരെ എങ്ങനെ സഹായിക്കണം? വർക്കിയച്ചൻ എന്ന ആ കൊച്ചച്ഛൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. നാളുകൾക്കകം വിമലമേരി മിഷണറി സഹോദരികളെ കൊണ്ട് അച്ഛൻ ജയിൽ മിനിസ്ട്രിക്ക് രൂപം കൊടുത്തു. ജെയ്സ, സുഖമാണോ? സുഖമാണ് സിസ്റ്റർ. ഞാൻ വക്കീലിനെ പോയി കണ്ടിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ജെയ്സൺ ധൈര്യമായിരിക്കൂ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അപമാനിതരായ, നിരാശരായ, വേദനിക്കുന്ന കുറ്റവാളികളുടെ മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിങ്കലേക്ക് തിരിക്കുവാനും വീണ്ടും തെറ്റുകളിൽ വീഴാതിരിക്കുവാനും അനാഥമായ അവരുടെ കുടുംബങ്ങളെ സാമ്പത്തികമായും പരിഗണന കൊടുത്തു സഹായിക്കുവാനും നിയമോപദേശം സൗജന്യമായി നൽകുവാനും വിമല മക്കൾ അക്ഷീണം പരിശ്രമിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ആധുനിക കരിസ്മാറ്റിക് രംഗത്ത് വളരെ വിലയേറിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. വരദാനങ്ങളുടെ ഉപയോഗവും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാനുള്ള കഴിവും ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. ഏതൊരു പ്രസ്ഥാനം ആരംഭിച്ചാലും അതിനെ വിജയത്തിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ തന്നെ ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ ആധ്യാത്മിക പിതാക്കന്മാർക്കും നല്ല ഒരു മാതൃകയാണ്. പുൽക്കൂട്ടിൽ വാഴും ഉണ്ണീ, നന്മകൾ വർഷിക്കണേ ഞങ്ങളിൽ. ഹോറോബ് മലമുകളിലെ ഗുഹയിൽ വെച്ച് കർത്താവിന്റെ ചോദ്യത്തിനുത്തരമായി ഏലിയ പ്രവാചകൻ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഒരു നല്ല കലാകാരനും ആസ്വാദകനുമായിരുന്ന വർക്കിയച്ചൻ ഗാനങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും യേശുവചനങ്ങൾ ലോകമെങ്ങും എത്തിക്കുവാനുള്ള തീക്ഷ്ണതയിൽ 1974 മുതൽ കോഴിക്കോട് റേഡിയോ നിലയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ MSMI മദർ ജനറൽ സിസ്റ്റർ ജോയ്സിന്റെ നേതൃത്വത്തിൽ വിമലാലയം സിസ്റ്റേഴ്സിന്റെ ഭക്തിഗാനങ്ങൾ ലോകമെങ്ങും നീണ്ട 22 വർഷത്തോളം അലയടിച്ചു. കുടിയേറ്റ കർഷകരുടെ പേടി സ്വപ്നമായിരുന്നു മലമ്പനിയും മറ്റ് പകർച്ചവ്യാധികളും. മണ്ണിനോട് പടവെട്ടിയ ധീരരായ പല കർഷകരും മരിച്ചു വീഴുന്ന രംഗം
അച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചു. പട്ടണങ്ങളിലുള്ള ആശുപത്രികളിൽ രോഗിയെ എത്തിക്കുമ്പോഴേക്കും പലപ്പോഴും മരണം സംഭവിച്ചിരിക്കും. പലരുടെയും മരണം നേരിൽ കണ്ട അച്ഛൻ്റെ വേദനയാണ് പട്ടണങ്ങളിൽ നിന്നകന്ന് ഘോരവനാന്തരങ്ങളിൽ മണ്ണിനോട് പടവെട്ടുന്ന പാവങ്ങൾക്കായി ആതുര ശുശ്രൂഷ ദൈവപൂജയാണെന്ന് മനസ്സിലാക്കി ആതുര ശുശ്രൂഷാരംഗത്തേക്ക് വിമലമേരി മക്കൾ കടന്നുവരാനിടയായത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാലസ്തീനായുടെ പ്രാന്തപ്രദേശങ്ങളിൽ അലയടിച്ച ദൈവപുത്രന്റെ സ്വരം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. യുഗാന്ത്യത്തിൽ ആവർത്തിക്കപ്പെടാനിരിക്കുന്ന നിത്യവിദ്യാളന്റെ ശബ്ദം. സമർപ്പിതരായ ആതുര ശുശ്രൂഷകർക്ക് കരുണാർദ്രമായ സ്നേഹ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും തൻ്റെ മേലുള്ള കരുതലും രോഗിക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ സാധിക്കും. ദൈവവചനത്തിന് അവനപ്പോൾ കാതോർത്തു എന്ന് വരും. അവൻ്റെ അന്തരംഗത്തിൽ അവനായി കാത്തുനിൽക്കുന്ന പരമ്പൊരുളിനെ കാണിച്ചു കൊടുക്കുവാൻ രോഗീ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമർപ്പിതർക്ക് സാധിക്കും. രോഗവും സഹനവും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരമാണ്. അത് ക്രിസ്തുവിൻ്റെ സഹനത്തിലുള്ള പങ്കുചേരലാണ് എന്ന മനോഭാവത്തോടെ അവയെ സ്വീകരിക്കാൻ തക്കവിധം രോഗിയുടെ മനസ്സിനെ സജ്ജമാക്കാൻ ആതുര ശുശ്രൂഷകർക്ക് സാധിക്കുമെന്ന വസ്തുത നന്നായി മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ വിമലമേരി മിഷണറി സഹോദരികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷിത വൃത്തിയായി ആതുര സേവനത്തെ കണക്കാക്കി. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലായി 10 ഡിസ്പെൻസറികളും ആശുപത്രികളും നടത്തിവരുന്നു. സമൂഹം ഇപ്പോഴും വെറുപ്പോടെ വീക്ഷിക്കുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന വിമല സഹോദരികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനും കടമയുണ്ട്. 4 അലോപ്പതി ഡോക്ടർമാരും 51 നഴ്സുമാരും 16 പാരാമെഡിക്കൽ സ്റ്റാഫും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും രോഗി ശുശ്രൂഷ ചെയ്ത് ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തി അനേകം ആത്മാക്കളെ നേടുവാൻ വർക്കിയച്ഛൻ്റെ വിമല മക്കൾ ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. വനാന്തരങ്ങളിലെ കുടിയേറ്റ മേഖലയിൽ പ്രവർത്തിച്ച വർക്കിയച്ഛന് ആയുർവേദത്തിന്റെ അനന്തമായ ചികിത്സാ സാധ്യതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഭാരതത്തിനു മാത്രം അവകാശപ്പെട്ട ആയുർവേദ ചികിത്സയിൽ പ്രാഗൽഭ്യം നേടുവാൻ സിസ്റ്റേഴ്സിനെ വിട്ട് പഠിപ്പിക്കുകയും യുവതലമുറയ്ക്ക് ആയുർവേദത്തോട് താൽപ്പര്യം തോന്നിക്കുവാൻ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിൽ പരിശീലനം കൊടുക്കുന്ന കോഴ്സുകൾ തുടങ്ങുകയും ചെയ്തു. ഒരാദിവാസി സമൂഹത്തിന് മാത്രം വരുന്ന വേദന നിറഞ്ഞ ജനിതക രോഗമായ സിക്കിൾ സെൽ അനീമിയ എന്ന അരിവാൾ രോഗത്തിന് ആയുർവേദ മരുന്ന് കണ്ടുപിടിച്ച് ലോകപ്രശസ്തയായത് MSMI സമൂഹത്തിലെ ഡോക്ടർ ഇന്നസെൻ്റ് ആണ്. ഞങ്ങളുടെ സന്യാസിനി സമൂഹം ആരംഭത്തിലെ ഗ്രാമങ്ങളിലാണ് തുടക്കം കുറിച്ചത്. ഗ്രാമങ്ങളിൽ പുതിയ ഭവനങ്ങൾ തുടങ്ങുന്നതിലാണ് അച്ഛൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഗ്രാമീണരുടെ ആരോഗ്യസ്ഥിതിയിൽ, പ്രത്യേകിച്ച് ആദിവാസികൾ തുടങ്ങിയവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിൽ കണ്ടുവരുന്ന അരിവാൾ രോഗം, അതിന് ഔഷധമില്ല എന്ന് കേട്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് പറയുകയാണ്, നിങ്ങൾ പരിശ്രമിക്കുവിൻ, ഔഷധങ്ങളില്ലാത്ത ഒരു രോഗവുമില്ല എന്ന്. ദൈവകൃപയാൽ ഞങ്ങളുടെ പരിശ്രമം സഫലമണിഞ്ഞു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതുപോലെ എത്രയോ മനുഷ്യരുടെ ആത്മാക്കളെയാണ് വർക്കിയച്ഛൻ തൻ്റെ പ്രസംഗം വഴി, സുവിശേഷ പ്രഘോഷണം വഴി ജ്വലിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയോ മനുഷ്യരെയാണ് തൻ്റെ കൗൺസിലിംഗ് വഴി ദൈവവുമായും മനുഷ്യരുമായും അദ്ദേഹം അനുരഞ്ജിപ്പിച്ചത്. കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നുവന്ന അൽമായ ശിഷ്യരിൽ പ്രഥമഗണനീയനായിരുന്നു ഷാലോം ടെലിവിഷൻ ചെയർമാൻ ശ്രീ ബെന്നി പുന്നത്തറ. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ
അച്ഛൻ്റെ കരിസ്മാറ്റിക് ധ്യാന പരിപാടികളിൽ സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്ന് പരിശീലനം കൊടുത്ത് വളർത്തി വലുതാക്കി. പ്രായാധിക്യത്തിലും എന്നും പുതുമകളെ ഇഷ്ടപ്പെടുന്ന വർക്കിയച്ഛന് ദൈവിക സന്ദേശങ്ങൾ വിവേചിച്ചറിഞ്ഞ് വേണ്ട പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും കൊടുത്ത് ശാലോം മിനിസ്ട്രീസിന് രൂപം കൊടുക്കുവാൻ ശ്രീ ബെന്നി പുന്നത്തറയ്ക്ക് സഹായകമായത് വർക്കിയച്ഛൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ അച്ഛൻ നടത്തിവന്ന ധ്യാന പരിപാടികളിൽ കൊണ്ടുപോയി ബെന്നി പുന്നത്തറയ്ക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുത്ത് വചനപ്രഘോഷണ രംഗത്ത് പ്രശോഭിക്കുവാൻ ഇടവരുത്തിയത് ശാലോമിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഒരു മുന്നൊരുക്കമായിരുന്നു എന്ന് പിന്നീട് നാം മനസ്സിലാക്കുമ്പോൾ ദൈവിക പദ്ധതികൾക്ക് മനുഷ്യൻ ചെവി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിരൽ ചൂണ്ടുന്നത്. ശാലോമിൻ്റെ തുടക്ക സമയത്ത് ശനിയാഴ്ചകളിൽ നടത്തിവന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. സ്വന്തമായി സ്ഥലമോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അവസരത്തിൽ ശാലോം ടീമിൻ്റെ പ്രാർത്ഥനായോഗങ്ങൾ നടത്തിവന്നിരുന്നത് വർക്കിയച്ഛൻ്റെ കുളത്തുവയൽ വിമലമേരി മഠത്തിലായിരുന്നു. ശാലോം ടൈംസ്, സൺഡേ ശാലോം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ശാലോം ടെലിവിഷനിലൂടെയും ദൈവവചനം പ്രഘോഷിക്കുവാൻ പ്രാപ്തരാകുമാറ് ശ്രീ ബെന്നി പുന്നത്തറയെയും ശാലോം കുടുംബത്തെയും വളർത്തിയെടുക്കുവാൻ യത്നിച്ച വർക്കിയച്ഛൻ്റെ കൈകൾ ശാലോമിന് ഇന്നും താങ്ങാണ്. വർക്കിയച്ഛൻ്റെ മാനസപുത്രനായിരുന്ന ശ്രീ ബെന്നി പുന്നത്തറയെ ഗുരുകുല സമ്പ്രദായത്തിൽ തൻ്റെ കൂടെ താമസിപ്പിച്ച് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രാപ്തനാക്കുമാർ രൂപപ്പെടുത്തിയെടുത്തു. ശാലോമിൻ്റെ അമ്മ വീടാണ് കുളത്തുവയൽ വിമലാലയം. ശാലോമിൻ്റെ ഓരോ മണൽത്തരിയും വർക്കിയച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. എന്ത് ഗുരുദക്ഷിണയാണ് ഈ ഗുരുഭൂതന് നൽകേണ്ടത്? നീണ്ട 24 വർഷങ്ങൾ ഫാദർ CJ വർക്കി എൻ്റെ ആത്മീയ ഗുരുവും പിതാവുമായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ലജ്ജാലുവും അന്തർമുഖനുമായൊരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതൃസഹജമായ സ്നേഹവും പ്രോത്സാഹനവും കരുതലുമാണ് എന്നെ ഒരു ആത്മീയ ശുശ്രൂഷകനാക്കി മാറ്റിയത്. ആദ്യത്തെ 10 വർഷങ്ങളിൽ അദ്ദേഹം എന്നെ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളിലും കൂട്ടത്തിൽ കൊണ്ടുപോവുകയും അങ്ങനെ ഒത്തിരി അനുഭവങ്ങളും അറിവും എനിക്ക് പകർന്നു തരികയും ചെയ്തു. എൻ്റെ ആത്മീയ പിതാവ് എന്ന നിലയിൽ എന്നിലൂടെ രൂപം കൊള്ളുവാൻ ദൈവം ഇടയാക്കിയ ശാലോം ശുശ്രൂഷകളുടെയും ആത്മീയ പിതാവായി അദ്ദേഹം മാറി. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു ശൈലിയായിരുന്നു വർക്കിയച്ഛൻ്റേത്. ഒരു കാര്യം ദൈവഹിതമാണ് എന്ന് ഉറപ്പായാൽ സാഹചര്യങ്ങൾ എതിരാണെങ്കിലും വ്യക്തികൾ എതിരാണെങ്കിലും വിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായും അത് വിജയിക്കുമെന്നുള്ള പാഠം എന്നെ പഠിപ്പിച്ചത് വർക്കിയച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഷാലോമിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും സാഹചര്യങ്ങളെ നോക്കാതെ ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈ ഒരു കാരണം കൊണ്ടുകൂടിയാണ് മലബാറിലെ അസൗകര്യങ്ങൾ മാത്രമുള്ള ഒരു കുഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ 4 കളർ ക്രിസ്തീയ മാസിക ശാലോം ടൈംസ് പ്രസിദ്ധീകരണം ആരംഭിക്കാൻ ഇടയായത്. എല്ലാ സഭകളെയും ഐക്യപ്പെടുത്തുന്ന സൺഡേ ശാലോം എന്ന ഞായറാഴ്ച പത്രത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പിന്നിലും അച്ഛൻ്റെ ഈ ദൈവഹിതം വിവേചിച്ചറിഞ്ഞുള്ള പിന്താങ്ങലാണ് ഉള്ളത്. ശാലോം ടെലിവിഷൻ്റെ ആരംഭത്തിൻ്റെ പിന്നിലും അച്ഛൻ്റെ പ്രോത്സാഹനമാണ് എനിക്ക് ശക്തി പകർന്നത്. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളോ മാനുഷികമായ പിന്താങ്ങലോ ഇല്ലാതിരുന്നിട്ടും വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ളൊരു എടുത്തുചാട്ടത്തിന് വേണ്ടി പ്രേരണ നൽകിയത് അത് ദൈവഹിതമാണെന്ന് വർക്കിയച്ഛൻ വിവേചിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ദൈവഹിതം അന്വേഷിക്കുമ്പോൾ പ്രവർത്തന മേഖലകളിലെ പൂർണ്ണമായ വിജയം സംലഭ്യമാകുമെന്ന് അച്ഛൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവഹിതത്തിൻ്റെ പ്രവാചകനായ വർക്കിയച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാ കാലഘട്ടത്തിലും ശാലോമിന് ഒരു മാർഗദീപമായിരിക്കും എന്നതിന് സംശയമില്ല.
വർക്കിയച്ഛനിലുള്ള കഴിവുകളെക്കുറിച്ചും ദൈവാനുഗ്രഹത്തെക്കുറിച്ചും അറിയാവുന്ന സാധാരണക്കാരും പ്രമുഖരായ പല വ്യക്തികളും അച്ഛനെ സന്ദർശിച്ച് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. കർത്താവിനുടെ മഹിമകൾ വാഴ്ത്തും എന്നാൽ മാവു നിരന്തരമാ. 2007 ജനുവരി 4 തീയതി വർക്കിയച്ഛന്റെ ജീവിതത്തിലെ അവിസ്മരണീയ ദിനമായിരുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി അക്ഷീണം യത്നിച്ച ധീരനായ വൈദികന് സഭയുടെ ആദരവ് തേടിയെത്തി. തലശ്ശേരി അതിരൂപതയിലും പിന്നീട് താമരശ്ശേരി രൂപതയിലും മലബാറിലും മുഴുവനും മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇന്ത്യക്ക് പുറത്തും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ സേവനം വളരെ വലുതാണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്കാണ് കടക്കുന്നത്. പരിശുദ്ധ പിതാവ് ഈ വാർത്ത കേട്ടിട്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു മോൺസിഞ്ഞോറായിട്ട് പ്രഖ്യാപിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ വർക്കിയച്ഛന് മോൺസിഞ്ഞോർ പദവി നൽകിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. നിരവധി പിതാക്കന്മാരുടെയും വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും അൽമായരുടെയും സാന്നിധ്യത്തിൽ കുളത്തുവയൽ NRCയിൽ വെച്ച് നടന്ന ഈ ചടങ്ങ് വർക്കിയച്ഛൻ്റെ സാഹസിക വൈദിക ജീവിതത്തിലെ വജ്രത്തിളക്കമായി മാറി. പതിനാറ് വർഷം ഇടവക വികാരിയായിരുന്ന കുളത്തുവയൽ ഫെറോന ദേവാലയത്തിലേക്ക് മോൺസിഞ്ഞോർ CJ വർക്കിയച്ഛൻ എത്തുന്നു. ജീവിതാനുഭവങ്ങളും ദൈവിക അനുഭവങ്ങളും ധാരാളമായി ലഭിച്ച ഈ ദേവാലയമുറ്റത്ത് കാൽ ചവിട്ടുമ്പോൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളിൽ അച്ഛൻ പുളകിതനാകുന്നു. പഴയ തലമുറയ്ക്ക് ആവേശവും പുതിയ തലമുറയ്ക്ക് അത്ഭുതവുമാണ് വർക്കിയച്ഛൻ. താൻ പണികഴിപ്പിച്ച ദേവാലയത്തിൽ പ്രവേശിച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ വെമ്പൽ കൊണ്ടു. ഈ അൾത്താരയിൽ നിന്നാണല്ലോ വേണ്ടുന്ന ഊർജം താൻ വലിച്ചെടുത്തത്. നന്ദി യേശുവേ, നന്ദി. കഴിഞ്ഞ 60 സംവത്സരങ്ങളിൽ ദൈവം അച്ഛൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകൾക്ക്, അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക ദാനങ്ങൾക്ക് പൊന്നു തമ്പുരാനോട് നന്ദി പറയാം. രാത്രിയുടെ യാമങ്ങളിൽ അച്ഛൻ ഉണർന്നു പ്രാർത്ഥിക്കുന്നു. തന്നെ താനാക്കിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെല്ലാം കൺമുമ്പിൽ തെളിയുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ തിരയടികൾ ഓർമ്മകളിൽ തെളിയുകയായി.
മോൺസിഞ്ഞോർ ആയതിനു ശേഷം പാലായിലെ കുഴികുളം തറവാട്ടിലേക്ക് പുതുക്കിപ്പണിത തൻ്റെ പിതൃഭവനത്തിലേക്കുള്ള ആദ്യ യാത്ര. തറവാട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ജ്യേഷ്ഠപുത്രൻ ഫിലിപ്പ് കുഴികുളത്തിൻ്റെ വസതിയിൽ ബന്ധുക്കൾ ഒത്തുകൂടി. ലോകപ്രശസ്തനായ വചനപ്രഘോഷകൻ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അതുല്യ നിമിഷങ്ങളായി. വർക്കിയച്ചൻ പിറന്നു വീണ മുറി പ്രാർത്ഥനാമുറിയാക്കി മാറ്റുവാൻ കുഴികുളം കുടുംബം മറന്നില്ല. പാലായിലെ വർക്കിയച്ചൻ്റെ പൈങ്കുളം ഇടവക ദേവാലയം. മോൺസിഞ്ഞോർ സ്ഥാനവും പേറി ഈ ദേവാലയത്തിലെത്തുമ്പോൾ കൃതജ്ഞതയുടെ, നന്ദിയുടെ സന്തോഷാശ്രുക്കൾ. വർക്കിയച്ചൻ്റെ മാമോദീസ, സ്ഥൈര്യലേപനം, പുത്തൻ കുർബാന എന്നിവ നടന്ന കർത്താവിൻ്റെ ഈ ഭവനത്തിലെത്തുമ്പോൾ ഓർമ്മകളുടെ മണിച്ചെപ്പിൽ സൂക്ഷിച്ചുവെച്ച സുഗന്ധപൂരിതമായ ഓർമ്മകൾ പ്രാർത്ഥനകളായി പൊഴിഞ്ഞു വീണു. മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിന് മുന്നിൽ വർക്കിയച്ചൻ പ്രാർത്ഥന നടത്തി. സ്വർഗത്തിലിരുന്ന് തങ്ങളുടെ പുന്നാരമകൻ്റെ ഉയർച്ചകൾ കണ്ട് അവർ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക സഹോദരി ഏലിയും ഭർത്താവ് തോമസും കാസർഗോഡ് ജില്ലയിലെ കരിവേടകത്ത് പാവയ്ക്കൽ വീട്ടിൽ താമസിക്കുന്നു. വർക്കിയച്ചനെക്കുറിച്ചുള്ള മങ്ങാത്ത ഓർമ്മകളുമായി ജീവിക്കുന്ന ഏലി സഹോദരനെക്കുറിച്ച് പറയുമ്പോൾ വാചാലയാകും. വർക്കിയച്ചനെ കുഞ്ഞോർക്കിന്നാണ് ഞങ്ങളെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞോർക്കി പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. സെമിനാരിൽ പോയിരുന്നു ഞങ്ങൾക്കൊക്കെ സങ്കടമായിരുന്നു. അപ്പനും അമ്മയും സമ്മതിച്ചു. കുഞ്ഞോർക്ക് സെമിനാരിൽ പോകുന്നു അമ്മയോട് വന്ന് പറഞ്ഞപ്പം അമ്മയ്ക്ക് വലിയ കരച്ചിലായിരുന്നു. കുഞ്ഞുമോർക്ക് നല്ല സഹോദര സ്നേഹമുള്ളവനായിരുന്നു. അതോടൊപ്പം പാവങ്ങളോടും അവർ നല്ല സ്നേഹമായിരുന്നു. ധന്യമായ ഒരു ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ, വിശ്രമജീവിതത്തിൻ്റെ ഈ ദിനങ്ങളിൽ താൻ കൊളുത്തിവെച്ച ദീപമണയാതെ എന്നും പ്രകാശിച്ച് യേശുവിൻ്റെ ചൈതന്യം ലോകമെങ്ങും പകർന്നുകൊടുക്കുവാൻ തൻ്റെ പിൻഗാമികളെ ആശീർവദിക്കുമ്പോൾ സംതൃപ്തിയുടെ, ദൈവസ്നേഹത്തിൻ്റെ, നന്ദിയുടെ സ്തുതികൾ. ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. ജൂൺ 24 തീയതി
ആ ധന്യജീവിതത്തിന് തിരശ്ശീല വീണു. പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാ. ഇടവാങ്ങും പരിപാവനമാ ബലിവേദികയേ വിടവാങ്ങും നീ മുറപോലിനിമേ ബലി ചെയ്വതിനായി നിൻ പദതാരിൽ വരികില്ല ഞാൻ. വിടവാങ്ങും ദേവാലയമേ വാനവർ പാടും പരമാലയമേ സ്വർഗാനന്ദം വിളയും നിന്നിൽ പതിയില്ലിനിമേ എൻ പാദങ്ങൾ. വിടവാങ്ങും ദേവാലയമേ വാനവർ പാടും പരമാലയമേ കീർത്തനഗാനം പാടുന്നതിനായി തിരുസന്നിധിയിൽ വരികില്ലിനി ഞാൻ. ഇനിയൻ പ്രിയരേ. കർത്താവിൻ്റെ പ്രിയപുത്രനെ സ്വർഗത്തിലേക്ക് യാത്രയയക്കാൻ 10,000 എത്തിച്ചേർന്നു. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കൊരു വർക്കിയച്ഛനുണ്ട്. ആ ധന്യജീവിതം കർത്താവിന് അത്രയ്ക്ക് പ്രിയങ്കരമായിരുന്നു. അങ്ങയുടെ പാത പിന്തുടരുവാൻ അനേകായിരങ്ങൾ കൊതിക്കുന്നു. വിട വിട അങ്ങയ്ക്ക് വിട. ഒരു മനുഷ്യായുസ്സിൽ ഇത്രയെല്ലാം ചെയ്യുവാൻ സാധിക്കുമല്ലോ എന്നത് ഞങ്ങൾക്ക് പ്രചോദനമാണ്. സ്വാർത്ഥതയില്ലാത്ത പൂർണ്ണ സമർപ്പണ ജീവിതം,
ഈ ലോകം നിലനിൽക്കുന്നതുവരെ മനുഷ്യർ നന്ദിയോടെ വർക്കിയച്ഛനെ ഓർക്കും. വർക്കിയച്ഛൻ കൊളുത്തിവെച്ച സുവിശേഷത്തിൻ്റെ തിരിനാളങ്ങൾ നമുക്ക് കെടാതെ സൂക്ഷിക്കാം.